അപ്പോൾ എങ്ങനെയാ പുതിയൊരു വീഡിയോയിലേക്ക് പോയാലോ? രാവിലെ തന്നെ വളരെ സന്തോഷമുള്ള കാഴ്ചകളാണ് കേട്ടോ. നിറച്ച് പൂക്കളാണെങ്കിലും ശരി, അമ്മ നട്ടു നനച്ച പച്ചക്കറികളാണെങ്കിലും ശരി, എല്ലാം നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. കാര്യം ഞാൻ ഇന്ന് കാവിലാണ് ഉള്ളത് കേട്ടോ, എൻ്റെ വീട്ടിൽ. ഇന്നലെ വന്നതാണേ. അപ്പോൾ ഇന്നങ്ങ് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പിട്ട് ഈ കാഴ്ചകളൊക്കെ പയ്യെ ഒന്ന് പകർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പച്ചക്കറി പറിക്കാനും ഉണ്ട്. അപ്പോഴത്തേനും അതെല്ലാം എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു അമ്മ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നും അത് കണക്ക് തന്നെ എന്ത് വളങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ കൂടെ ഒന്ന് പറഞ്ഞത് പോകാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ വഴുതനങ്ങയൊക്കെ കുറച്ച് കായ്ഫലം കുറഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ ഇത് ഇപ്പോൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ കായ്ച്ചു വരുന്നുണ്ട്. കാര്യം അമ്മയാണെങ്കിൽ ഇതിലിപ്പോൾ ചെറിയൊരു വളപ്രയോഗം ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, കഞ്ഞിവെള്ളത്തിനകത്ത് അത്യാവശ്യം പുളിപ്പിക്കും കഞ്ഞിവെള്ളം. എന്നിട്ട് അത് നല്ലപോലെ ഇരട്ടി വെള്ളവും കൂടെ ചേർത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെയൊക്കെ ചോട്ടിലിപ്പം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു അമ്മ പറയുന്നത് നല്ലൊരു ഫലം ആണെന്ന്. പഴുത്തൊലിയും കൂടെ ഇട്ട് വെക്കും. എന്നിട്ട് പഴുത്തൊലി ഉള്ള സമയത്താണെങ്കിൽ അതിട്ട് വെച്ചിട്ട് അതും കൂടെ ഞെവിടിയായിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത്. അത് വളരെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു കാര്യം തന്നെയാണ്, വളം തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ദാണ്ട് ഈ പിച്ചി എടുക്കുന്നത് ഒരു തരത്തിലുള്ള ഇത് വെണ്ടയ്ക്കയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ താമരമുട്ട കണക്ക് ഇരിക്കുന്നെങ്കിലും സംഭവം നല്ല ടേസ്റ്റിയുമാണ്. നമ്മുടെ സാധാ വെണ്ടയ്ക്കയേക്കാൾ ഇച്ചിരി കൂടെ തിന്നാണ് സംഭവം. പക്ഷേ ടേസ്റ്റ് വൈസ് സെയിം വെണ്ടയ്ക്ക പോലെ തന്നെയാണ്. പക്ഷേ നല്ല സാധനമാണ് കേട്ടോ. പിന്നെ വിഷമൊന്നും അടിക്കാത്ത പച്ചക്കറികൾ തന്നെ കഴിക്കാൻ കിട്ടുന്നൊരു ഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ ചക്കുവാണ് നമ്മളുടെ ഇന്നത്തെ ക്യാമറാമാൻ. അപ്പോൾ ചക്കു ഓടി നടന്ന് ഇതൊക്കെ നമ്മൾ എടുക്കുന്നത് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വഴുതനങ്ങയൊക്കെ കുറേ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം പയ്യെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. തൽക്കാലം അമ്മ ഇപ്പോൾ ഇവിടെ ഇല്ല, അമ്മ പുറത്ത് വരെ പോയേക്കാണ്. അമ്പലത്തിൽ പോയതാ. ഇപ്പം അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെപ്പോൾ എത്തും. അങ്ങനെ അമ്മ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്മ വന്നപ്പോൾ അമ്മ പറയായിരുന്നു, അപ്പോൾ ഇത് ഇത്രയും അല്ല, അത് അവിടെയൊക്കെ നിൽക്കുന്നത് ഇന്ന സാധനങ്ങളെന്ന്. കാര്യം കക്ഷിയല്ലേ നട്ട് വെച്ചേക്കുന്നത്, അപ്പോൾ കക്ഷിക്കല്ലേ അറിയത്തുള്ളൂ എവിടെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഇത് നമ്മളുടെ പയറാണ് കേട്ടോ, അച്ചിങ്ങ പയറാണ്. നല്ല ലെങ്തിൽ വരുന്ന ടൈപ്പാണ്. ഇതിനു മുമ്പും ഞാൻ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പം ഇതിന് മെയിനായിട്ടും മുഞ്ഞശല്യമാണ് പയറിന് അലട്ടുന്നൊരു പ്രശ്നം. പയർ മാത്രമല്ല, വഴുതനയ്ക്കും ഈ ഒരു പ്രശ്നം വരും. അപ്പോൾ ഒരിത്തിരി വേപ്പെണ്ണ ഉണ്ടല്ലോ, വേപ്പെണ്ണ എന്ത് ചെയ്യും, വെള്ളത്തിലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരിത്തിരി പുകയില കൂടെ തിളപ്പിച്ച് വെക്കും. തിളപ്പിച്ച് വെച്ചിട്ട് അതും കൂടെ ഇത്തിരി ചേർത്തിട്ട് കുറേ വെള്ളം ഇരട്ടി ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് ഇടയ്ക്ക്. അമ്മ മെയിനായിട്ട് മുഞ്ഞിക്ക് ചെയ്യുന്ന ഒരു വളപ്രയോഗം അത് കേട്ടോ. അപ്പോൾ വേപ്പെണ്ണയുടെ മണം തന്നെ ഇതിനത്ര അങ്ങോട്ട് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അത് പെട്ടെന്ന് തന്നെ ഇലയിൽ ഇരിക്കുന്നതൊക്കെ ചത്തപ്പം തന്നെ പോവും. പിന്നീട് കുറേ നാളത്തേക്ക് വലിയ ശല്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ കുക്കുംബറാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സാധാ 10 പൈസ കവറുണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കെട്ടി അങ്ങിടും. അപ്പം പുഴുക്കേട് ഉണ്ടാവാതിരിക്കാനാണ് അങ്ങനെ ചെയ്യണത്. പക്ഷേ ഇതൊക്കെ ചെയ്തിരുന്നാലും ചില വില്ലന്മാർ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നല്ല ശല്യം ചെയ്യാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു ചുവന്ന ഇനമാണ്. നമ്മളുടെ അച്ചിങ്ങപ്പയർ തന്നെ ചുവന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാണ്ട് കുക്കുംബർ. ഇത് നമ്മളെ വലിയ സൈസാണ് കേട്ടോ, വലുതാവുന്ന സൈസാണ്. ഇതൊന്നും ആയിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തത്. കണ്ടോ, ഇത്രയൊക്കെ ആവും ഏകദേശം. അപ്പം ഈ കക്ഷി ഇങ്ങനെ താഴെ ആരുടെയും കണ്ണിൽ പെടാണ്ട് കിടക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പൊട്ടിച്ചെടുക്കാനായിട്ട്. കാര്യം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. കുക്കുംബർ ചുമ്മാ നമ്മൾ പച്ചയ്ക്ക് കടിച്ച് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അമ്മ അത് പൊട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അവിടെയൊക്കെ അത്യാവശ്യം പോച്ചയൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഇതിരിക്കുന്നതാണ് നല്ലത്. കണ്ടില്ലേ, ഇത്രയും സാധനങ്ങൾ ഏകദേശം ഇപ്പോൾ അവിടെ നിന്ന് പറിച്ചെടുത്തതാണ് കേട്ടോ. കുറേ ഇപ്പോൾ ഈ പാത്രത്തിലുള്ളതല്ലാണ്ട് വേറെ ഉണ്ട്, കുക്കുംബറും മറ്റും ഉണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞു പോയി. അപ്പോൾ തന്നെ ഞാൻ പയ്യെ മീനുവിനെ വിളിച്ചിട്ടങ്ങ് കൊടുക്കുകയാണ് അകത്ത് കൊണ്ട് വെക്കാനായിട്ട്. അപ്പോൾ അമ്മ വന്നത് കൊണ്ടുപോകാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയതാണ്. എന്താ വെച്ചാൽ ഇത് കുമ്പളമാണേ. അപ്പം നെയ്ക്കുമ്പളം. അപ്പം അതിങ്ങനെ അമ്മ കാണിച്ച് തന്നിട്ട് പിച്ചിയത് എന്താണെന്ന് വെച്ചാൽ അത് കണ്ടോ, ഇതിന് പുഴുക്കേട് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കവറിട്ട് നിർത്തിയതാണ്. എന്നിരുന്നാൽ പോലും കണ്ടില്ലേ, അതെന്ത് കീടമാണെന്നറിയില്ല, നല്ല ശരിക്കും അത് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാഷൻ ഫ്രൂട്ട് നല്ലപോലെ നല്ല കണക്ക് കഴിച്ചു. പിന്നെ ആ കുമ്പളങ്ങ ഒരെണ്ണം കേട് വന്നത് കളഞ്ഞു. മറ്റേത് ചെറിയ കേട് വന്ന് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ എടുക്ക് നമുക്ക് എന്തെങ്കിലും കറിക്ക് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. സാമ്പാറിലൊക്കെ ഇടാമല്ലോ. അപ്പോൾ അതങ്ങ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ചാക്കിൽ നമ്മുടെ കാച്ചിലാണ് കേട്ടോ.
കാച്ചിൽ നട്ടേക്കാണ് ചാക്കിൽ. അപ്പോൾ ചാക്കിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയായിട്ട് വെട്ടി കുഴിച്ചെടുക്കേണ്ടി വരത്തില്ല. എളുപ്പം സംഭവം നമ്മളിത് വിളവായി കഴിയുമ്പോൾ എടുക്കാൻ പറ്റും. പിന്നെ ഇത് കുറച്ച് കൂർക്ക നട്ടതാണ് കേട്ടോ. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കാര്യമാണ്. പക്ഷേ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഇതിന് സാധനം ഇത് വിളവെടുക്കുമ്പോൾ അറിയാം എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം താമരക്കണ്ണൻ ചേമ്പാണ്. ഇതിനു മുമ്പിട്ടും ഞാൻ വീഡിയോയിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളൊരു വീഡിയോ അതായിരുന്നു കേട്ടോ. ഈ ചേമ്പിൻ്റെ വിളവെടുപ്പായിരുന്നു. ഇത്തവണയും നല്ലപോലെ വന്നിട്ടുണ്ട്. അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൾ ഇത് തന്നെയാണെന്ന് പറയാം. വളരെ ഓമനിച്ചാണ് കൊണ്ട് നടക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്ത് ഷീന ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അത് വേറെ ഒന്നിനുമല്ല, പുള്ളിയും ഒരു ചെറിയ കർഷകയാണ്. അപ്പം റംബൂട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ. അപ്പോൾ അവിടുത്തെ അണ്ണന് സുഭാഷ് അണ്ണൻ പറിച്ചു കയറിയാണ് ഞങ്ങൾക്ക്. ചക്കുവിനെ വലിയ ഇഷ്ടമാണ്. ചക്കു എപ്പോൾ വന്നാലും അവിടെ റംബൂട്ടാൻ വേണമെന്ന് പറഞ്ഞ് ചെല്ലും. മാമൻ പറിച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു അയൽപ്പക്ക സ്നേഹം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ആ ചേട്ടൻ അങ്ങനെ അത് പറിച്ചെടുക്കുകയാണ്. പിന്നെ അവരുടെ വീട്ടിൽ പീനട്ട് ബട്ടർ ഉണ്ടല്ലോ, അത് ഇഷ്ടം പോലെ കായ്ച്ച് നിൽപ്പുണ്ട്. പക്ഷേ ഇത് ഉണക്കി ഇതിൻ്റെ കായെടുത്ത് എന്തൊക്കെയോ ചെയ്യുമെന്ന് പറയുന്നു. പക്ഷേ ഇത് പിന്നെ അല്ലാണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റൊന്നും ആയിട്ട് തോന്നിയില്ല കേട്ടോ. എന്നോട് പറിച്ചെടുക്കാൻ പറഞ്ഞു, പക്ഷേ ഞാൻ പറിച്ചില്ല. ഇതിന് മുമ്പ് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ടേസ്റ്റ് അത്ര പിടിച്ചില്ല. അതായത് കണ്ടില്ലേ, റംബൂട്ടാൻ പറിച്ച് കൊണ്ടുവന്നതിനകത്ത് അമ്മ എടുത്തേ കേട്ടോ. അപ്പം ഞങ്ങൾ താണ്ട് റംബൂട്ടാനും ഒക്കെ പറിച്ച് പയ്യെ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിലെത്തി. അപ്പം റംബൂട്ടാൻ കൊണ്ടുവന്ന പാടെ കുറേയൊക്കെ കഴിച്ചു കേട്ടോ. ബാക്കി ഇത് ഇത്രയേ ഉള്ളൂ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ പിന്നെ ഉച്ചക്കലത്തേക്കുള്ള പരിപാടിയിലേക്ക് കടന്നു. ഇന്ന് കറണ്ട് അങ്ങ് പോയി. അത് കാരണം കക്ഷി പയ്യെ അരകല്ലിൽ വെച്ചിട്ട്, നമ്മുടെ കുട്ടി അരകല്ലുണ്ടല്ലോ അതിൽ വെച്ച് അരച്ചെടുക്കുക. പിന്നെ ഞാൻ വന്നത് പ്രമാണിച്ച് കുറച്ച് പാവയ്ക്ക അച്ചാറിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊണ്ടുപോകാനായിട്ട് അതും റെഡിയാക്കി എടുത്തു. പിന്നെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ, ക്യാരറ്റ് അച്ചാറിടണം. അടിപൊളിയാണ്. ഇത് ഏകദേശം തീരാറായി, ഉള്ളതങ്ങ് കൊണ്ടുപോകാമെന്ന് ഞാനും വിചാരിച്ചു. അത് എന്നിട്ട് നല്ല ചെമ്മീൻ ഫ്രൈ ആയിരുന്നു ഒന്ന് സ്പെഷ്യൽ ഊണിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചെമ്മീൻ പപ്പ രാവിലെ പോയി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ചെമ്മീൻ നല്ല വലിയ ചെമ്മീനായിരുന്നു കേട്ടോ. അത് ഫ്രൈ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി ചീനി കുഴച്ചു. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ആയപ്പോഴേ വളരെ വലിയ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം വീട്ടിലങ്ങനെ സ്പെൻഡ് ചെയ്ത ശേഷം പയ്യെ ഞങ്ങളങ്ങ് പോവുക തിരിച്ച് കേട്ടോ. അപ്പോൾ ഞാനും മീനുവും ഒക്കെ കൂടെ ഇറങ്ങുകയാണ്. ക്യാമറാമാനും വാലും പുറകിനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്